നമ്മളിന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനിന്ന് ക്യാരറ്റ് മാംഗോ പിക്കിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഉലുവയും കടുകും കറിവേപ്പിലയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് 1 മിനിറ്റ് ഇളക്കേണ്ടത്. പക്ഷേ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി. പിന്നെ നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ളത് മഞ്ഞപ്പൊടിയും കായപ്പൊടിയും മാത്രമാണ്. മുളക് പൊടിയോ അങ്ങനെയുള്ള ഒരു മസാല നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 1 കപ്പ് വിനാഗിരിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല, വിനാഗിരി മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ ക്യാരറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വേകണം, ഒരുപാട് വേവണ്ട. അതുകൊണ്ട് ക്യാരറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഈ ഒരു യെല്ലോ കളറിലെ മാംഗോ പിക്കിൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസിലും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. മാങ്ങ ഞാൻ ഇന്നലെ അരിഞ്ഞു വെച്ചുകൊണ്ട് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഇനി മാങ്ങ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മാങ്ങ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. കാരണം ഇനി മാങ്ങ വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും ആ ചെറിയ ചൂടിൽ മാങ്ങ ചെറുതായിട്ട് വെന്ത് വന്നോളും. നമ്മൾ ഇതുവരെ മെയിനായിട്ടുള്ള സാധനം ആഡ് ചെയ്തിട്ടില്ല, അത് ഉപ്പാണ്. ഉപ്പ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ആഡ് ചെയ്തത്. ഞാനത് മറന്നുപോയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് റെഡിയാക്കുന്ന നമ്മുടെ മാംഗോ ക്യാരറ്റ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.